പഠിച്ചിട്ടൊരു ആ കുട്ടി നെക്സ്റ്റ്. കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അത് ഫുൾ ഓക്കെ. അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മൂന്നെണ്ണം പാസ്. അത്രേ ഉള്ളൂ. എനിക്ക് വലിയ ഇതൊന്നുമില്ല വേറെ. കുട്ടിക്ക് എന്നെ പോലത്തെ ഒരു ചെക്കനാണ് ആവശ്യം. ഓ ലോലൻ അങ്ങനെ ഞാൻ അങ്ങനെയാണല്ലോ. എല്ലാ സ്വഭാവങ്ങളും ഒഴിച്ച് കുട്ടി പേരെന്താ? ബ്രോ ഒരു ഫുൾ ഫ്യൂൽ ടാങ്ക് ഉണ്ടോ? ഇല്ല ബ്രോ, ഇല്ല ഇല്ല. പേരെന്താ ബ്രോ? ആ മച്ചാന്റെ പേരെന്താ? പേര് ലോലൻ ബ്രോ. ലോലനാ ബ്രോ? ഒരു ഫുൾ ടാങ്ക് ഉണ്ടോ ബ്രോ? ഇല്ല ബ്രോ, ഇല്ല 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 ബ്രോ, ഇല്ല. ഫുൾ നെയിം എന്താ? ഫുൾ ടാങ്ക് ഇല്ലാത്ത സിംഗിൾ ലോലൻ. സിംഗിൾ ലോലൻ, സിംഗിൾ ലോലൻ. കണ്ടെടുക്കണം എന്താടാ എന്താ നീ ഓർഡർ എന്താ നീ സൂപ്പർ സൂപ്പർ. എന്താടാ നിനക്ക് ഫ്യൂൾ ടാങ്ക് തന്നാ? കടടാ അവിടെ തീട്ടമേ. അവരാധിക്കുന്നോ നീ? കൊള്ളാലേ നീ അവരാധി പോനെ. അപ്പൊ അവരാധിക്കാൻ വേണ്ടി വന്നിരിക്കണമേ. മച്ചാനെ ഒന്ന് ലീവ് വേണേ. മച്ചാനെ ലീവ് ലീവ്. ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. ബഫറ് കൊണ്ട് സ്പീഡിലെടുത്ത് പറയണം ഒണ്ണേ, ബുദ്ധി ഇല്ലാത്തവനെ. കത്തിക്കടാ തീട്ടങ്ങളേക്കാ. അവനേടാ അല്ലെങ്കിൽ കത്തിക്കണോ? അവനെ കൊണ്ടുപോയാലോ നമുക്ക്. പെട്രോൾ അടിച്ചാ? പോ. കൈ കുറച്ച് തീട്ടും പറ്റിയിരിക്കുന്നു. എന്ത് ചെയ്യണം? ഇവന്റെ പേരെന്താ? സിംഗിൾ ഓംപ്ലേറ്റ് എന്താ കേട്ടില്ല. അണ്ണാനാണോ? അവിടെ പഴം വിഴിഞ്ഞൊക്കെ ഇവന് റിവൈ എന്ത് ചെയ്യും? ഈ അണ്ണാന്റെ സൗണ്ട് എന്താടാ? അണ്ണാന്റെ സൗണ്ട് നിന്റെ തത്തേടെ സൗണ്ട് ഒക്കെ ആയിരിക്കും മുറി മോനെ. കുറച്ച് നട്ടെടുത്തോട് അവൻ കഴിക്കും. വല്ല സെമിത്തേരിയിലും പോടാ, അവനെ കൊണ്ട് കുഴിച്ചങ്ങിടാ. മണി ട്രിപ്പ് പോലെയാ, വെറുതെ ഇരിക്കട്ടെ. കുറച്ചാടാ നിന്റെ കോണ ഓംപ്ലേറ്റേ പുളിസൈ ആക്കി വിടും കേട്ടോ നിന്നെ. തൂക്കിയിരിക്കും ബ്രോ, അത് വേറെ കാര്യം. പിന്നെ എവിടെ കണ്ടാലും അടിക്കും അന്നേ പറഞ്ഞല്ലേ. കണ്ടു അടിച്ചു. റയോട്ട് കണ്ടെടുത്തപ്പോൾ ആള് പേടിച്ചേട്ടെ. ഹെൽമെറ്റും കണ്ടൊക്കെ എടുത്ത് പോയി സംസാരിച്ചോളൂ. അപ്പഴത്തേക്ക് ആശം പേടിച്ച്. സത്യം റിയോട്ടിന്റെ സൗണ്ട് ഇട്ട് ആള് കണ്ണെടുക്കും. കണ്ണെടുത്തിരുന്ന ഞാൻ അടിക്കത്തില്ല, മനസ്സിലായ? ബ്രോ ഒന്നുമില്ല. എടാ സിംഗിളോമേറ്റ് റയോട്ട് ഗണ്ണെടുത്ത് 2 വെടിവെച്ചെന്നേ ഉള്ളു. നീ പേടിക്കണ്ട ആവശ്യം. ഞാൻ ജസ്റ്റ് നിന്നെയാണോടാ ഞാൻ വെടിവെച്ചത്? അല്ലല്ലോ. എടാ ബുള്ളറ്റ് കൊണ്ടാന്ന് നോക്കണ്ടേടാ. ഇനിയിപ്പോ കൊറേ വേറെ ഇവനെ താങ്ങുന്ന കൊറേ ഉണ്ടല്ലോ. അവര് പലതും പറയും. നമ്മളെ മറ്റേ മെറ്റടിച്ച് വന്ന് കൊന്ന് ഇങ്ങനെ പറയണ്ടവർക്ക് പറയാലോടാ. അതങ്ങനെയാണല്ലോടാ. എന്നാ പേടി ഇവന് റയോട്ടിനെ കണ്ടാ ഹെൽമെറ്റ് ഇട്ട് പയ്യെ പേടിച്ച് പുള്ളി. എന്റെ അടുത്ത് പിണക്കോ? ഇവനെ കത്തിച്ചങ്ങ് വിട്ടാലാ. കത്തിക്കണോ? അത് ഇവാവത്തില്ല, അതാ പ്രശ്നം. അല്ല EMS വരത്തില്ല. എവിടെ പിങ്ങേ കത്തിക്കണോ അതോ മറ്റേ ഓസ്റ്റ് എടുക്കണതാക്കണം? എന്തുവാ സ്വീറ്റ് പുറത്തോട്ടാണ് ഇവിടെ കത്തിച്ചു വിടാം. ഇത് ഇവിടെ തന്നെ
ഞാൻ ഒരു ഹെൽമെറ്റ് ഇടിച്ചു കളഞ്ഞ ചേട്ടാ. ഇവിടെ 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 എടാ കുട്ട എവിടെ പോയെന്നടാ നീ? ഒരു കാര്യം പറയട്ടെ, കഴിവില്ലാത്തവന്മാര് ഇല്ലല്ല കഴിവില്ലാത്തവന്മാര് അടിക്കാൻ കഴിവില്ലാത്തോണ്ട് ഉള്ള ഹെൽമെറ്റ് ഇടിച്ച് കളഞ്ഞ് അവൻ മറ്റേ മാസം അടിച്ചിട്ട് മറ്റേ വൺ ഷോട്ട് അടിച്ചിട്ട് അവന് ഞാൻ മറ്റവന് രണ്ട് ഹെൽമെറ്റ് ഇല്ലാത്ത ഞാൻ മറ്റേ പൊട്ടക്കില്ല പച്ച ഷീറ്റ് ഇട്ട ടീഷർട്ട് ഇട്ട കുണ്ണ പൂറ് മോന് ഞാൻ രണ്ട് ഹെഡ് കൊടുത്ത പുണ്ടച്ച് മോൻ കേട്ടാ. പുണ്ടച്ച് മോന് രണ്ട് ഹെഡ് കൊടുത്ത കുണ്ണേ കേട്ടാ. കുണ്ണേ ആ രണ്ട് കുണ്ടയ്ക്ക് രണ്ട് ഹെഡ് കൊടുത്ത് ഒരു ഹെൽമെറ്റ് ഇടിച്ച് കളിച്ചിട്ട് അവൻ പൂജാൻ മതി കേട്ടോ. കുണ്ട പേടിത്തൂറി. എന്നിട്ട് അവൻ എനിക്ക് പേടിയത്. എന്നിട്ട് അവൻ എന്നെ പേടിയത് മറ്റേ പൂതുപേര് വന്ന് അടിക്കാൻ വന്നിട്ട് അവൻ മാസം അടിക്കാൻ വന്നിട്ട് തീട്ടം. കുണ്ണ നീ ഞാൻ അടിക്കരുത്, നിനക്ക് തരാം. വെയിറ്റ്. സിറ്റിന്ന് ഇറങ്ങി പോയില്ലേ കുണ്ണെ? സിറ്റിന്ന് നീ ഇറങ്ങി പോവാതെ നീ ഇവിടെ ഇരുന്നോ കുണ്ണെ പൂറി മോനെ. എന്റെ ഡെഡ് കാരി വലിച്ചതിന് ഒരു കുണ്ണ എല്ലാവരും പറയില്ല. നീ സിറ്റി കാണും. നീ ഇവിടെ കുണ്ടയിൽ പോകല്ലേ പൂറി മോനെ. പൂറി മോനെ സിറ്റിന്നില്ല നീ പൂണ്ടച്ചു മോനെ. പോളതായോളി പൂട്ടച്ചു മോനെ. നീ വെയിറ്റ് ചെയ്യ, നീ തരാൻ കൂട്ടേ. മറ്റേ അടിച്ച അവന്റെ തദ്ദ ഊപ്പി കൊണ്ടുവന്നെങ്കിൽ ഹെൽമെറ്റ് അടിച്ചോളാം. കഴിവില്ലാത്ത പൂറി ബ്രോ എങ്ങനെയാണ് ഒരു ഫാമിലി കേറിയത്? ബ്രോ എങ്ങനെ ഫാമിലി കയറിയത്? എന്റെ മറ്റേ തദ്ദില്ല റൗത്തർ ശശി അവൻ ഊമ്പി കൊടുത്തില്ല. അപ്പൊ അവൻ പറഞ്ഞു അത് കണ്ട് മറ്റേ ഹെൽമെറ്റ് ഇടിച്ച് കളഞ്ഞിട്ട് എടുത്തിട്ട് അടിക്കാൻ വേണ്ടി നിന്നത്. റിയൽ മാണോ എന്നൊക്കെ പറഞ്ഞാൽ നീ ആടാ കുട്ടാ. അതെ നിന്റെ തദ്ദര അത്ര ഇല്ല എന്തായാലും. എന്നാ പേടിയാ, കാല് മുതൽ തല വരെ പേടിയാണ് അവന്. എനിക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ നിന്റെ പേടിച്ച് എനിക്ക് മുട്ട് ഇറക്കേടാ കുട്ടെ. അതെനിക്ക് മനസ്സിലായി. ഹെൽമെറ്റ് ഇടിച്ചോളപ്പോ ഇയാളെ ഗാഗിന് നടക്കണം. ഹെൽമെറ്റ് പിടിച്ചോളത് എടുത്തിട്ട് അടിക്കാൻ പോലും പേടിച്ചിട്ട് അവരാണ് മറ്റേ പേടിയവരാണ്. മറ്റേ നേരെ വന്ന് ഒരുത്തരെ അടിച്ചിട്ടെങ്കിൽ പിന്നെ പറയാം. ഒരാളെ ഉള്ളു കേട്ടോ, ഒരു 3 പേരുണ്ട്. എന്നിട്ട് അവന്റെ ഹെൽമെറ്റ് പിടിച്ചു കളഞ്ഞ് അടിക്കാൻ പേടിച്ച് ഹെൽമെറ്റ് പിടിച്ചു കളഞ്ഞിട്ട് അടിക്കാൻ വന്നവരാണെന്ന് മറ്റേ മാസം അടിക്കണം. അവന്റെ മറ്റേ താളം പേടിയാണോ ഒറ്റതാണോ ഇറച്ചയാണോ? ഹെൽമെറ്റ് ഇടിക്കാതെ വാടാ ധൈര്യമായിട്ട് അടിക്കാൻ കൊണ്ടേ. എന്നിട്ട് തീടത്ത് എത്ര പ്രാവശ്യം അടിച്ച് പിടിപ്പിച്ചു വിട്ടട വരികയത് ബണ്ണി തീട്ടവേ ഒണ്ണേ. ഹെൽമെറ്റ് പിടിച്ചു കളഞ്ഞിട്ട് അടിക്കാൻ മതി കിട തീട്ടം. ഇത് കഴിച്ച് സിറ്റി ഇറങ്ങി പോയല്ലേ മോനെ. ലൈവ് ആണോണ്ട് അറിയാം. സിറ്റി ഇറങ്ങി പോയല്ലേ. സിറ്റി തന്നെ കാണണേ. പേടിച്ചിട്ട് ഇപ്പൊ സിറ്റി ഇറങ്ങി പോയല്ലേ. സിറ്റി ഇറങ്ങിയേ പോയല്ലേ. അയ്യോ ഇനിയിപ്പോ സിറ്റി ഇറങ്ങി പോകും. വരുന്നുണ്ടോ? വരുന്നുണ്ടേ. ഓടിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കി. നമ്മള് മാനേജ് നമ്മള് ഹോസ്റ്റൽ. ഓ ഹലോ ബ്രോ. ഓ പറഞ്ഞു കൈ പൊക്കാം ബ്രോ. പാന്റിലിട്ടിക്കട കണ്ണെന്തൂടെ. പാന്റ് ഊരണോ? ഊരാം. നിനക്ക് പാന്റ് ഊരുന്ന ആൾക്കാരെ ഇഷ്ടം. മാസ്ക് ഊരണോ? മാസ്ക് ഊരാം. എന്തോ അത് മനസ്സിലായി ബ്രോ. ഹെൽമെറ്റ് ഇടിച്ചെടുത്ത് പഠിച്ചപ്പോ ഹെൽമെറ്റ് ഇടിച്ചാൽ നിനക്ക് അടിക്കാൻ ധൈര്യം ഉണ്ടടാ. നിനക്ക് ഹെൽമെറ്റ് ഇടിച്ചാൽ അടിക്കാൻ ധൈര്യം ഉണ്ടടാ. നിനക്ക് ഹെൽമെറ്റ് ഇടിച്ചാൽ അടിക്കാൻ ധൈര്യം ഉണ്ടടാ. ഷർട്ടിട എനിക്ക് പേടിയൊന്നുമില്ല. ഷർട്ടിടാൻ നീയല്ലേ ഷർട്ടിടാൻ പറഞ്ഞേ? പൊട്ടാടാ. ആ ഗ്യാങ്ങിന്റെ വില കൂടെ കളയാൻ ഷർട്ടിട്ട് വെച്ചേക്കണ നീ മൊണ്ണെ. നീ എന്ത് വിചാരിച്ചു? ഷർട്ടിട്ട നമ്മള് പേടിക്കൊന്നും വിചാരിച്ചടാ മൊണ്ണെ. കത്തിക്കടവനാ ഒരു മൊണ്ണ വരെ ഷർട്ട് ഇടാം. ഒരു മൊണ്ണ വരെ ഷർട്ട് ഇടല്ലേ. ഷർട്ട് ഇട്ടപ്പോ കേട്ടറാ കുട്ടാ. അതൊക്കെ അങ്ങ് വേറെ വെറുതെ ഇരിക്കുന്നവരെ വേറെ കേട്ടറാ കുട്ടാ. വെറുതെ ഇരിക്കുന്നവരെ ചൊറിയാൻ പറ്റില്ല.
എന്ത് കണ്ടിയടാ. ഷർട്ട് ഇടാ പറഞ്ഞു, ഷർട്ട് ഇട്ട ആ ഷർട്ട് ഇട്ടത് പറഞ്ഞു അടിക്കണം. നിനക്ക് നാടുണ്ടാടാ വണ്ടി തീട്ടവേ. മോനെ സിറ്റി കാണണേ, മോനെ സിറ്റി ഇറങ്ങി പോലെ പ്ലീസ്. എനിക്ക് അത്ര ഒരു ഇതേ ഉള്ളു. ഇങ്ങനെ കൊറേ